ശശി തരൂർ കൊടുത്ത സർക്കാർ പ്രശംസാ വിവാദത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മുക്തി. യെസ്, ശശി തരൂർ സ്വന്തം നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഡൽഹി മീറ്റിംഗിന്റെ ഒരു എഫക്റ്റ്. ഞങ്ങളെല്ലാരും ഒന്നാണ് എന്ന് പറഞ്ഞ് ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തലങ്ങും വിലങ്ങും ഓടി നടക്കാണ്. പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഒരമ്മ പെറ്റ മക്കളെ പോലെ. കേരളത്തിന്റെ വ്യവസായ പദ്ധതികളെ പൊക്കി പറഞ്ഞ ശശി തരൂരിന്റെ ആലേഖനത്തിന്റെ സന്തോഷത്തിലിരിക്കാണ് ഇപ്പോഴും നമ്മുടെ കോംറേഡ്സ്. എന്താണെന്നറിയില്ല, ഇപ്പോഴായി പിന്നെ എപ്പോഴും ശശി തരൂരിന്റെ ചിന്ത മാത്രമല്ല നമ്മുടെ കോംറേഡ്സിന്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3ാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല, ഒന്നാമത്തെ അതിലാള് ശശി തരൂരാണ്. രണ്ടാമത്തെ ആള് മുല്ലപ്പള്ളി രാമചന്ദ്രനും, മൂന്നാമത്തെ ആളുകൾ കോൺഗ്രസ്സുകാരാണ്. ശശി തരൂരിന്റെ പേര് പറയുമ്പോ പോലും എന്തൊരു സന്തോഷാണെന്ന് നോക്കിയേ. ഇനി പറയാൻ പോണ കാര്യം ഇവരെങ്ങനെ ഫേസ് ചെയ്യും? എല്ലാം താങ്ങാനുള്ള ശക്തി നമ്മുടെ കോംറേഡ്സിന് കൊടുക്കണേ. അതെ, ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടാ. കേരളത്തിന്റെ വ്യവസായങ്ങളെ പൊക്കി പറഞ്ഞ ശശി തരൂരില്ലേ, പുള്ളിയെ ആ നിലപാടിന്ന് ചെറുതായിട്ടൊന്ന് മലക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വികസനങ്ങളൊക്കെ കടലാസിൽ ഒതുങ്ങുന്നു എന്നുള്ള രീതിയിലാണ് പുതിയതായിട്ട് വന്ന ശശി തരൂരിന്റെ പ്രതികരണം. തരൂർജീനെ താഴ്ത്തു പോലും വെക്കാണ്ട് എന്തോരം പൊക്കി പറഞ്ഞത് നമ്മുടെ കോംറേഡ്സ്. ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ. തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വലിയ ലോകമറിയപ്പെടുന്നൊരു നേതാവാണ്. നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി, ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ്. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അദ്ദേഹത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. നിങ്ങൾ കൃഷ്ണമണിനെ പോലെ നോക്കാണ്ടിരിക്കേ എന്തൂട്ടാ ചെയ്. അതിന് ഞങ്ങളുടെ കോംറേഡ്സ് എന്ത് വേണം അല്ലേ? പക്ഷേ നമുക്ക് വേറൊരു പിടിവള്ളില്ലേ, നേരത്തെ പറഞ്ഞില്ലേ മുല്ലപ്പള്ളി, നമുക്ക് അതിലിനി പിടിച്ചു കയറാം. ഒന്നോ സുധാകരൻ എവിടേക്കാ കയറി പോണത്? മുല്ലപ്പള്ളിയുടെ വീട്ടിലേക്കല്ലേ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയാ? ഇതും ഡൽഹി മീറ്റിംഗിന്റെ എഫക്റ്റ് ആണല്ലേ. നിങ്ങൾ ഇങ്ങനെ ഐക്യത്തോടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോംറേഡ്സ് എങ്ങനെ അത് കണ്ടുവെക്കും? മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് മുമ്പോട്ട് പോയി. അവിടെ ആദ്യമായി കോൺഗ്രസിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നോട്ട് ദ പോയിന്റ്. കെ സുധാകരനും മുല്ലപ്പള്ളിയും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണെന്ന്. അല്ല സുധാകരൻ ജി, ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ബ്രദർ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ, അതെന്തേന്ന് നിങ്ങൾ എന്താ അന്വേഷിക്കേണ്ടിരുന്നത്? എന്നാൽ പോലും നമ്മുടെ ഭാഗത്തൊരു പിഴവ് വന്നില്ല എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞാനന്ന് അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയൊന്നുമല്ല. അന്നത്തെ ഭാരവാഹികള് ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് പക്ഷേ ആരും ഇത് ഒരു സീരിയസ് ആയി എടുത്തിട്ടില്ല. മുല്ലപ്പള്ളി പോലും സീരിയസ് ആയി എടുത്തിട്ടില്ല. അതങ്ങ് തണ്ടി അദ്ദേഹം പോയതാണ് ഇങ്ങോട്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, സന്തോഷം എന്നാണ് പറയാനുള്ളതെന്നാണ് മുല്ലപ്പള്ളിജിയുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് വേണം, അതിൽ ദുഃഖമുണ്ട്. അത് തിരുത്തുകയാണ് ഞാൻ തിരുത്തുകയാണ്. ആ തിരുത്താനാണ് ഞാൻ വന്നത്. ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം, പക്ഷെ അത് ബോധപൂർവമല്ല. അതെ, ബോധപൂർവമല്ല, അറിഞ്ഞോണ്ടാണ്. അല്ല, നേരത്തെ സുധാകരൻ പറഞ്ഞില്ലേ ഈ കൂടിക്കാഴ്ച വൈകിപ്പിച്ചത് ഞാനല്ല, വേറെ ചിലരാണെന്ന്. ഇന്ന് നമുക്കതൊരു അനിവാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം അത് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. ചത്തോന്നറിയാമെന്നാണല്ലടാ, ചത്തില്ല. എന്താണ് മുല്ലപ്പള്ളിജി സംഭവിച്ചത്? നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയാ? അതോ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനും ശ്രീമാൻ സുധാകരൻ തമ്മിലുള്ള ബന്ധം അത് ദീർഘകാലത്തെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഉലച്ചിലൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചപ്പോ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങോട്ട് ഇല്ലാണ്ടായി എന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് എന്തുട്ടാ വിചാരിച്ചത്? എപ്പോഴും അടി ഉണ്ടാക്കുന്ന പാർട്ടിയല്ലേന്നോ? ഈ അടി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിട്ടാ? ജനങ്ങൾക്ക് വേണ്ടിട്ട്. ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ തല്ലുണ്ടാക്കണത്? ഒറ്റക്കെട്ടായിട്ട് തന്നെയാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. ഇടയ്ക്ക് സ്വല്പം തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. അതിലിപ്പോ അതും പറഞ്ഞില്ല. ഇപ്പൊ ജനങ്ങൾക്ക് ഇപ്പോ കോൺഗ്രസിൽ ചില തർക്കങ്ങൾ കേൾക്കുമ്പോ ജനങ്ങൾക്ക് ആശ്വാസം എന്താ അറിയോ?
ഇത് എന്നും കഞ്ചാവ് അടിച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്നു, മറ്റേ കൊലപാതകവും കണ്ട ഇതിലിടയ്ക്ക് കോൺഗ്രസിലെ ചില തർക്കങ്ങൾ കാണുമ്പോ അത് ആ ചാനൽ വെക്കുക. കാരണം മറ്റേയൊക്കെ കണ്ടിട്ട് മനുഷ്യനും മനസാക്ഷി മരവിച്ചു പോയി. അങ്ങനെ ഇടയ്ക്ക് രസം ഉണ്ടാക്കുന്ന ചില പരിപാടികളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും വിചാരിച്ചിട്ട് കോൺഗ്രസിനൊരു വഴക്കുമില്ല. ഇലക്ഷൻ വന്നാൽ എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കും. ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തമാശകൾ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ തുടങ്ങേണ്ടി വരുമല്ലോ. അല്ല, അത്രയ്ക്കുണ്ടല്ലോ തമാശകള്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ കണ്ടിലെ കൃഷ്ണമണിയുടെയും ഒരമ്മ പെറ്റ പോലത്തെ മക്കളുടെയും രാഷ്ട്രീയ തന്ത്രങ്ങൾ പലരും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മുരളീധരേട്ടൻ പറഞ്ഞ പോലെ ഇനി ജനങ്ങൾക്കുള്ള അടുത്ത എന്റർടൈൻമെന്റ് ആണോ അതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് ചാരിറ്റി സംഘടന പിരിച്ചു കൊടുത്തത് 3 കോടി രൂപയാണ്. പിന്നെ എല്ലാം മലയാളി പോളിയല്ലേ. പക്ഷെ ട്വിസ്റ്റ് അവിടെയല്ല, അത് കഴിഞ്ഞിട്ടാണ്. സഹായധനം കൊടുത്തതിന് ശേഷം ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിന് ഒരു കാർ സമ്മാനമായിട്ട് കൊടുക്കുന്നു. അതെന്തിന്? കാശ് പിരിച്ചത് കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഓൺലൈൻ ചാരിറ്റിയിലൂടെ കാശ് പിരിച്ചതും ആ കാശ് കുട്ടിയുടെ കുടുംബത്തിന് കൊടുത്തതും വരെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ കാറിന്റെ താക്കോൽ കൈമാറ്റം, അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? സമൂഹത്തിന് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും സമയവും ജോലിയും എല്ലാം മാറ്റിവെച്ച് പ്രവർത്തിച്ചിട്ട് 1000 നന്മകൾ ചെയ്താലും ഒരു ജാഗ്രത കുറവിൻ്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ യാതൊരു കാരണവുമില്ലാതെ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മോശമാക്കാനും പരിഹസിക്കാനുമുള്ള ഒരു നിലപാടും എവിടെയൊക്കെയുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ഇത് ആളുകൾ ഏറ്റെടുക്കുന്നതും വളച്ചൊടിക്കുന്നതും എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ സാഡ്. നന്മ മാത്രം ചെയ്യുന്ന ഒരു നന്മ മരത്തെ കാർ സമ്മാനായിട്ട് വാങ്ങി എന്നുള്ളതിന്റെ പേരിൽ എല്ലാവരും ക്രൂശിക്കുന്നു. ഹൗ ക്രൂവൽ. അല്ല ഷമീറേട്ടാ, അപ്പൊ ഈ കാറ് ആരാ തന്നെ, എന്തിനാ തന്നെ? 33 ദിവസവും അവിടെ ഉപയോഗിച്ചത് 2012 ഡൽഹി മോഡൽ 10 പേര് എടുത്ത എൻ്റെ ഇന്നോവ ആയിരുന്നു. അത് പല തവണയായിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, വർക്ക്ഷോപ്പിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്കും നാട്ടുകാർക്കും അറിയാം. അവർക്ക് അപ്പോഴും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ നേതൃത്വം കൊടുക്കുമ്പോഴും ഒരു വണ്ടിയുടെ ഒരു അപര്യാപ്തയും പ്രയാസങ്ങളും ഒക്കെ. ലോകം അറിയുന്ന ഇത്രയും വലിയൊരു ചാരിറ്റി പ്രവർത്തകന് നേരെ ചൊവ്വേ ഓടുന്ന ഒരു കാർ പോലും ഇല്ല. ആ സങ്കടം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരൊരു കാർ വാങ്ങിക്കൊടുത്തു. നമ്മുടെ ഷമീറേട്ടൻ മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് അത് സ്വീകരിക്കുകയും ചെയ്തു. അതൊരു തെറ്റാണോ? ആ കുടുംബത്തിൻ്റെ അകന്ന ബന്ധുക്കൾ എല്ലാവരും കൂടെ 10,000 25,000 ഒക്കെ സമാഹരിച്ച് മാറ്റിവെച്ച തുകയിൽ നിന്നാണ് കേവലം ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റിവെച്ചത്. ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബന്ധുക്കളുടെ കയ്യിൽ നിന്നായിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിന്ന് തിരസ്കരിക്കാമായിരുന്നു. ആ ഒരു ജാഗ്രത കുറവ് എനിക്കുണ്ടായി. 10,000 20,000 ഒക്കെ സ്വരൂപിച്ചിട്ട് കാറ് വാങ്ങിച്ചു. ആ കാശുണ്ടെങ്കിൽ ചികിത്സക്കല്ലേ കൊടുക്കട്ടത്, കാറ് വാങ്ങിക്കാനാണോ? ഇനി കാറ് വാങ്ങിക്കാൻ സെപ്പറേറ്റ് ഫണ്ട് പിരിക്കലുണ്ടാവോ? അല്ല, പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും വലിയ ചാരിറ്റി പ്രവർത്തകനായിട്ടും പുള്ളിയുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നേ. വഴിയിൽ നിന്ന് പോണ ഒരു കാറല്ലേ ഉള്ളൂ. അവർ കാണുന്ന സമയത്ത് ഞാൻ 34 ദിവസം അവിടെ പ്രവർത്തിക്കുന്നു, ഒരു രൂപ പോലും ഞാൻ കൈപ്പറ്റുന്നില്ല, ഒരു ഭക്ഷണം പോലും അവരുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ കൈപ്പറ്റുന്നില്ല. ആ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത്, നല്ല രൂപത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സന്തോഷം പ്രകടിപ്പിക്കണം. അത് അകന്ന ബന്ധുക്കളിൽ പെട്ട ചില ആളുകൾ എല്ലാവരും കൂടി ചെയ്തിട്ടുള്ള ഒരു തീരുമാന പ്രകാരമായിട്ടാണ് അവർ ചെയ്തത്. അല്ലേ, പരിപാടിയിൽ കൊണ്ടോട്ടി MLA ഉണ്ടായിരുന്നില്ലേ? MLAക്ക് ഈ പ്രത്യേക തരം ചാരിറ്റിനെ കുറിച്ചിട്ട് എന്നിട്ടാ പറയാനുള്ളത്? പുതിയ കാറല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ 2018 മോഡലാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കാറാണ് കൊടുക്കുന്നത്. അതിന് പകരം ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാർ ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5.5 ലക്ഷം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ എന്നോട് പറഞ്ഞു. കുടുംബത്തിൻ്റെ സഹായം അത്രേ വരുന്നുള്ളൂ, 5 ലക്ഷം രൂപ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു പഴയ കാർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കുറച്ചുകൂടി നല്ല കാർ അങ്ങോട്ട് കൊടുത്തു. MLAയുടെ കണ്ണിൽ ഇത് വേറൊരു തരം ചാരിറ്റിയാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് വില കൂടിയ കാർ അങ്ങോട്ട് കൊടുക്കുക, അതൊരു ചാരിറ്റി പ്രവർത്തനല്ലേ? കുടുംബത്തിൻ്റെ സഹായം അത്രേ വരുന്നുള്ളൂ, 5 ലക്ഷം രൂപ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു പഴയ കാർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കുറച്ചുകൂടി നല്ല കാർ അങ്ങോട്ട് കൊടുത്തു. എന്നാലും ചികിത്സാ സഹായത്തിന് വന്ന ഒരു കുട്ടിയുടെ ഫാമിലിയുടെ കാറൊക്കെ പാരിതോഷികം വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോശമല്ലേ സാറേ? ഇങ്ങനെ ഇത് ആളുകളെ ഒരു വിശ്വാസ്യത തകർക്കാൻ ഇതുപോലെയുള്ള ചാരിറ്റി വർക്ക്, ചികിത്സാ സഹായ ഫണ്ട് ശേഖരണം, ഇതൊക്കെ ഇനിയും കുറേ നടക്കേണ്ടതല്ലേ? അപ്പോൾ അത് ആളുകളുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന വിധത്തിന് ഇത് കാരണമായെങ്കിൽ ഞാനതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും സോറി അതിനെ പറയാൻ പറ്റൂ. ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്കാരും അങ്ങനെ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് ചെയ്തതല്ല, അവർ നല്ല ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെ കൂട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫിറോസ് കുന്നുംപറമ്പിലിന് റെസ്റ്റ്. ഇനി അങ്ങോട്ട് ഷമീർ കുന്നമംഗലത്തിന്റെ കാലം. ഫിറോസ് ഏട്ടാ, നിങ്ങളുടെ പാട്ട് ചെറുതായിട്ടൊന്ന് കണ്ടെടുക്കണ്ടിട്ടാ. കാലം കാത്തു വെച്ച നിധിയാണ് ഷമീർക്ക,
ഓ ഇനി അടുത്ത ചാരിറ്റി എവിടെയാണോ എന്തോ. അങ്ങോട്ടുള്ള ചാരിറ്റി അല്ല കേട്ടാ, ഇതുപോലെ ഇങ്ങോട്ടുള്ള ചാരിറ്റി എവിടെയാണോ എന്തോന്നാണ് ചോദിച്ചത്.